പേർഷ്യൻ ഗൾഫിന്റെ വടക്കൻ മേഖലയെ വീണ്ടും യുദ്ധഭീതിയുടെ നിഴലിലാഴ്ത്തിക്കൊണ്ട് ഇറാഖിലെ ഉമു ഖസർ തുറമുഖത്തിന് സമീപം വാണിജ്യ ചരക്ക് കപ്പലിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ വൻ ആശങ്കയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ്. അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഈ സമുദ്രപാതയിൽ അജ്ഞാത കേന്ദ്രത്തിൽ നിന്നുണ്ടായ പ്രൊജക്ടൈൽ പതിച്ച് പനാമ ഫ്ലാഗ് ഓഫ് ചെയ്ത MSC സാരിസ്ക വി എന്ന കൂറ്റൻ കണ്ടെയ്നർ കപ്പലാണ് തകർത്തത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ പുതിയ തലത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് സാമ്പത്തിക പ്രതിരോധ മേഖലകളിൽ നിർണായകമായ ഈ സമുദ്ര മേഖലയിൽ നിന്നുള്ള പുതിയ വാർത്തകൾ പുറത്തുവരുന്നത്. ഇറാഖിൻ്റെ പ്രധാന തുറമുഖമായ ഉമു ഖസറിന് തെക്ക് കിഴക്ക് ഏകദേശം 40 നോട്ടിക്കൽ മൈൽ മാറിയാണ് സംഭവം നടന്നത്. തന്ത്രപ്രധാനമായ 5-ാം നമ്പർ ബോയിക്ക് സമീപം വെച്ച് കപ്പലിൻ്റെ സ്റ്റാർബോർഡ് സൈഡിൽ, അതായത് വലതുഭാഗത്ത് നേരിട്ടാണ് മിസൈൽ എന്ന് സംശയിക്കുന്ന വസ്തു പതിച്ചിരിക്കുന്നത്. പ്രഹരത്തിൻ്റെ ആഘാതത്തിൽ കപ്പലിൽ വൻ സ്ഫോടനവും പിന്നാലെ തീപിടുത്തവും ഉണ്ടായതായാണ് പ്രാദേശിക ഇറാഖി വൃത്തങ്ങൾ നൽകുന്ന പ്രാഥമിക വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. കടലിലെ സുരക്ഷാ നിരീക്ഷണ ഏജൻസിയായ UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് സംഭവം സ്ഥിരീകരിക്കുകയും മേഖലയിലൂടെ കടന്നുപോകുന്ന മറ്റ് കപ്പലുകൾക്ക് അടിയന്തര ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ആക്രമണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ മേഖലയിലെ വിവിധ നാവികസേനാ വിഭാഗങ്ങൾ ഉമു ഖസർ തീരത്തേക്ക് കുതിച്ചെത്തിയിട്ടുണ്ട്. തകർന്ന കപ്പലിലെ ജീവനക്കാരെ രക്ഷപ്പെടുത്തുന്നതിനും തീ നിയന്ത്രണ വിധേയമാക്കുന്നതിനുമുള്ള ദ്രുതഗതിയിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കടലിൽ പുരോഗമിക്കുന്നത്. പ്രത്യാക്രമണത്തിലുള്ള സാധ്യതകൾ കണക്കിലെടുത്ത് അന്താരാഷ്ട്ര സഖ്യസേനയുടെയും പ്രാദേശിക രാജ്യങ്ങളുടെയും യുദ്ധക്കപ്പലുകൾ വടക്ക് ഗൾഫ് മേഖലയിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞു. ഇത് മേഖലയിലെ ഒരു യുദ്ധക്കളത്തിന് സമാനമായ അന്തരീക്ഷത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ ആക്രമണം നടത്തിയത് ആരാണെന്നതിനെക്കുറിച്ച് കൃത്യമായ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അത്യാധുനിക ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് സമുദ്രപാതകളെ അസ്ഥിരപ്പെടുത്തുന്ന നിരവധി സായുധ ഗ്രൂപ്പുകൾ ഈ മേഖലയിൽ സജീവമാണ്. അതിനാൽ തന്നെ ഇതൊരു ആസൂത്രിത സൈനിക നീക്കമാണോ അതോ വഴിതെറ്റി വന്ന പ്രൊജക്ടൈലാണോ എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ്. ഏത് കേന്ദ്രത്തിൽ നിന്നാണ് ആക്രമണം ഉണ്ടായതെന്ന് കണ്ടെത്താൻ നാവികസേനകൾ റഡാർ വിവരങ്ങളും സാറ്റലൈറ്റ് ദൃശ്യങ്ങളും പരിശോധിച്ചു വരികയാണ്. വടക്കൻ ഗൾഫ് മേഖല അടുത്ത കാലത്തായി പൂർണ്ണമായും നിയമവിരുദ്ധമായ ഒരു ഫ്രീ ഫയർ സോണായി മാറിക്കഴിഞ്ഞിരിക്കുകയെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ലക്ഷ്യമില്ലാതെ പായുന്ന മിസൈലുകളും ആകാശത്തു നിന്നുള്ള ആത്മഹത്യാ ഡ്രോണുകളും കടലിനടിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന മൈനുകളും ഇവിടെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് നിരന്തരമായ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഏത് നിമിഷവും എവിടെ നിന്നും ആക്രമണം ഉണ്ടാകാം എന്ന അവസ്ഥയിലാണ് നിലവിൽ ഇവിടെയുള്ളത്. അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള അത്തരം നീക്കങ്ങൾ ആഗോള സമുദ്ര സുരക്ഷയ്ക്ക് കടുത്ത വെല്ലുവിളിയും ഉയർത്തുന്നുണ്ട്. ഈ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന അപകടങ്ങൾ കപ്പൽ വ്യവസായത്തെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയും കടുത്ത പ്രതിസന്ധിയിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു വശത്ത് വ്യാവസായിക അപകടങ്ങളും മറുവശത്ത് ആസൂത്രിതമായ യുദ്ധനീക്കങ്ങളും നടക്കുമ്പോൾ ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിയാത്ത വിധം അതിർവരമ്പുകൾ മാഞ്ഞു പോകുന്നവയാണ്. സാധാരണഗതിയിലുണ്ടാകുന്ന സാങ്കേതിക തകരാറുകൾ പോലും ഇപ്പോൾ ശത്രുരാജ്യങ്ങളുടെ ആക്രമണമായി തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള അതീവ സങ്കീർണമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് ചെറിയൊരു തർക്കത്തെ പോലും വൻ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്നാണ് വിലയിരുത്തൽ. ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം ഉമു ഖസർ തുറമുഖത്തിന് സമീപമുണ്ടായ ഈ സംഭവം വലിയൊരു സാമ്പത്തിക പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തിൻ്റെ ഇറക്കുമതിയുടെയും കയറ്റുമതിയുടെയും പ്രധാന കേന്ദ്രമായ ഈ വഴി അടഞ്ഞുപോയാൽ അത് ഇറാഖിൻ്റെ വിപണിയെ നേരിട്ട് ബാധിക്കും. ഇൻഷുറൻസ് കമ്പനികൾ ഈ റൂട്ടിലൂടെയുള്ള കപ്പലുകൾക്ക് ഉയർന്ന പ്രീമിയം ഈടാക്കാൻ തുടങ്ങുന്നത് ചരക്കുകൂലി വർദ്ധിക്കുന്നതിനും അതുവഴി നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും കാരണമാകും. അതിനാൽ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ടത് ഇറാഖിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യം കൂടിയായി മാറിയിട്ടുണ്ട്. ആഗോള ഊർജ്ജ വിപണിയെയും ഈ ആക്രമണം ദോഷകരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ കടന്നുപോകുന്ന സമുദ്രപാതയോട് ചേർന്ന് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത് കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന നിരന്തരമായ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നതിനും കാരണമാകും. വിതരണ ശൃംഖലയിലുണ്ടാകുന്ന നേരിയ തടസ്സം പോലും വികസ്വര രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ താളം തെറ്റിക്കാൻ പോകുന്നതാണ്. ഇത് ആഗോളതലത്തിൽ പുതിയൊരു സാമ്പത്തിക അസ്ഥിരതയ്ക്ക് വഴിമരുന്നിട്ടേക്കാം. കപ്പൽ ജീവനക്കാരുടെ സുരക്ഷയാണ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സാധാരണക്കാരായ നാവികരാണ് ഇത്തരം യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ ജീവൻ പണയപ്പെടുത്തി ജോലി ചെയ്യുന്നത്. MSC സാരിസ്ക വി കപ്പലിലെ ജീവനക്കാരുടെ അവസ്ഥയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ. അന്താരാഷ്ട്ര നാവിക സംഘടനകൾ കപ്പൽ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ ഇടപെടലുകൾ നടത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പ്രായോഗികമായി അത് നടപ്പിലാക്കാൻ സുരക്ഷാ ഏജൻസികൾക്ക് കഴിയുന്നില്ല. പശ്ചിമേഷ്യയിലെ വൻ ശക്തികൾ തമ്മിലുള്ള നിഴൽയുദ്ധത്തിൻ്റെ ഭാഗമായാണ് ഇത്തരം ആക്രമണങ്ങൾ വിലയിരുത്തപ്പെടുന്നത് തന്നെ. നേരിട്ടുള്ളൊരു യുദ്ധത്തിന് മുതിരാതെ സാമ്പത്തിക പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ട് പരസ്പരം തളർത്താനുള്ള തന്ത്രങ്ങളാണ് ഈ രാജ്യങ്ങളും പയറ്റുന്നത്. ഇതിൻ്റെ ഇരകളാകുന്നത് അന്താരാഷ്ട്ര സമുദ്ര അതിർത്തികളിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകളും കൂടിയാണ്.
രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേരിടുന്നതിനായി ഇത്തരം സമുദ്രപാതകളെ ആയുധമാക്കുന്നത് തടയാൻ ആഗോള സമൂഹത്തിന് സാധിക്കുന്നില്ല എന്നത് ലോകരാജ്യങ്ങളുടെ പരാജയത്തെയാണ് എടുത്തു കാണിക്കുന്നത്. നാവികസേനകളുടെ സംയുക്ത നീക്കങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ വിശാലമായ കടൽ മേഖല പൂർണ്ണമായി സംരക്ഷിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. അത്യാധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചെറിയ ഡ്രോണുകളെ കണ്ടെത്തുക എന്നത് വലിയ യുദ്ധക്കപ്പലുകൾക്ക് പോലും പലപ്പോഴും പ്രയാസകരമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരമ്പരാഗത പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ട് മാത്രം ഇത്തരം അദൃശ്യ ഭീഷണികളെ നേരിടാനും കഴിയില്ല എന്ന് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നുണ്ട്. ഈ സംഭവത്തിന് ശേഷം യുണൈറ്റഡ് നേഷൻസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ആഗോള സമാധാനത്തിന് ഭീഷണിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശക്തമായ പ്രമേയങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത്തരം പ്രമേയങ്ങൾക്കപ്പുറം കടലിലെ നിയമലംഘനങ്ങൾക്കെതിരെ കൃത്യമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ശക്തമായൊരു സംവിധാനം രൂപീകരിക്കേണ്ടതും ആവശ്യമായി വന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ മേഖലയിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിൽ വലിയ കുറവുണ്ടാകാനും സാധ്യതയുണ്ട്. പല പ്രമുഖ ഷിപ്പിംഗ് കമ്പനികളും തങ്ങളുടെ കപ്പലുകൾ സുരക്ഷിതമായ മറ്റ് ദീർഘദൂര പാതകളിലേക്ക് തിരിച്ചുവിടാൻ ആലോചിക്കുന്നുണ്ടെന്നാണ് വിവരം. ഇത് യാത്രാ സമയവും ചെലവും വർദ്ധിപ്പിക്കുകയും ചെയ്യും. വടക്കൻ ഗൾഫ് മേഖല പൂർണ്ണമായും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ അത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ വിദേശ വ്യാപാരത്തെ തകിടം മറിക്കുകയും ചെയ്യുന്നതാണ്. ഇറാഖ് ഭരണകൂടം തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് ഈ സംഭവത്തെ കാണുന്നത്. തങ്ങളുടെ ജലാശയത്തിന് തൊട്ടടുത്ത് വെച്ച് ഒരു അന്താരാഷ്ട്ര കപ്പൽ ആക്രമിക്കപ്പെട്ടത് രാജ്യത്തിൻ്റെ പ്രതിരോധ രംഗത്തെ വീഴ്ചയായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ ആഭ്യന്തര സുരക്ഷ ശക്തമാക്കുന്നതിനൊപ്പം അതിർത്തികൾ നിരീക്ഷണ ശക്തമാക്കാനും ഇറാഖ് സൈന്യത്തിന് മുകളിൽ സമ്മർദ്ദം ഏറിക്കൊണ്ടിരിക്കുകയാണ്.